നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ NREJW ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ NREJW ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ചിറങ്കര സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഇതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വേറൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമത്തിൽ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കായിട്ടുള്ള കോടിക്കണക്കായിട്ടുള്ള തൊഴിലാളികൾക്ക് ജീവിത ദുരിതം വിതറിക്കൊണ്ടുള്ള ഒരു നിയമമാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അലകും പിടിയും മാറ്റി അതിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടാണ് പുതിയ നിയമം വന്നിട്ടുള്ളത്. ഈ പുതിയ നിയമത്തിൽ പെട്ടെന്ന് തൊഴിലാളികളെ വശംവദരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 100 ദിവസം ഉണ്ടായിരുന്നതിനെ 125 ദിവസമായി വർദ്ധിപ്പിച്ച് നമ്മുടെ നാഷണൽ ഹൈവേയിലും ഒക്കെ വലിയ ബോർഡുകളും ഫോൾഡിങ്സും ഒക്കെ വെച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചരണമാണ് നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പേര് മാറ്റിയെങ്കിൽ പോലും ആ പദ്ധതി കൊണ്ട് 100 ദിവസം ഉണ്ടായിരുന്ന തൊഴിൽ 125 ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചരണമാണുള്ളത്. പാറമേൽപ്പടി, പഴയന്നൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ജാഥ തിരുവല്ലോമല സെന്ററിൽ സമാപിച്ചു. NREJW ഏരിയ സെക്രട്ടറി രാധിക ബിനോജ് ക്യാപ്റ്റനായും രമ രാധാകൃഷ്ണൻ വൈസ് ക്യാപ്റ്റനായും KM അസീസ് മാനേജറായും ജാഥ നയിച്ചു. ഒരു ബില്ലാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അത് പറയാൻ പോലും പറ്റില്ല അതിന്റെ പേരെന്താണെന്ന്. നമുക്കറിയാം, നമ്മൾ കൃത്യമായി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് നമ്മുടെ ഗ്രാമീണ ജനങ്ങൾ വളരെയധികം ഉപകാരപ്രദമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത്. പക്ഷേ ഈ ഏപ്രിൽ മാസം മുതൽ അതിന്റെ പേര് മാറ്റി VBG റാംജി വികസിത് ഭാരത് റോസ്ഗാർ ഗ്രാമീൺ യോജന. ഇതൊക്കെ എനിക്ക് പോലും പറയാൻ കിട്ടുന്നില്ല. അതെ, റാംജിയൊക്കെയാണ് ഇപ്പോൾ തൊഴിലാളികൾ എളുപ്പത്തിൽ പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിൽ നമ്മൾ ഒരു പദ്ധതിയുടെ ഷോർട്ട് ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ അക്ഷരങ്ങളാണ് പറയേണ്ടത്. പക്ഷെ അതിലും അവർ രാമനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് VBG റാംജി എന്ന് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. പേര് രാമനെങ്കിലും ഈ പദ്ധതിയിൽ വരുന്ന നിയമങ്ങളെല്ലാം നമ്മുടെ തൊഴിലാളികൾക്ക് രാവണനെ പോലെയായി മാറുന്ന ഒരവസ്ഥയാണ് ഈ നിയമം നിലവിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. കൃത്യമായും നമ്മളത് അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള സമരം നടത്തി നമ്മുടെ തൊഴിലാളികൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഈ നിയമങ്ങൾ മാറ്റിയെടുക്കുവാൻ BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. കൂട്ടുപാതയിൽ നടന്ന സ്പീക്കരണ പരിപാടിയിൽ B. ഹൈമാവതി അധ്യക്ഷത വഹിച്ചു. K. ആനന്ദൻ, N. കുമാരൻ, രാധിക ബിനോജ്, അംബിക രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പദ്ധതി തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എന്നുള്ളത് ഒരു സിനിമ കാണുന്ന പ്രതീതിയോടുകൂടി അനുഭവിച്ചു പോകുന്ന ആളുകളാണ്. നിങ്ങളോടൊന്നും ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ കൂലി കൂടിയത് 125-ൽ നിന്ന് 369-ലേക്ക് എത്തിച്ചത്, തൊഴിൽ സമയം 8 മണി മുതൽ 5 മണി വരെ എന്നുള്ളത് 9 മുതൽ 5 വരെ ആക്കിയത്, അതുപോലെ തന്നെ മസ്ട്രോളിൽ പട്ടികജാതി വിഭാഗം, ജനറൽ വിഭാഗം എന്ന 2 തരത്തിൽ മസ്ട്രോൾ പേരിൽ വന്ന് 2 തരത്തിലായി ജാതീയമായി വേർതിരിച്ചുകൊണ്ട് കൂലി നമുക്ക് ലഭിച്ചിരുന്ന അവസ്ഥ മാറ്റിയത്, അതേപോലെ തന്നെ ഒരേ സമയം ഏറ്റെടുത്ത് നടത്താവുന്ന പ്രവൃത്തികളുടെ എണ്ണം 17-ൽ നിന്ന് 50-ആക്കി വർദ്ധിപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്നാലും നമ്മളൊന്ന് ഓർമ്മിപ്പിച്ച് പോകണം. നമ്മൾ മറവിയുള്ള ആളുകളാണ്. കിട്ടിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ച് പോകണം. ന്യൂസ് ഡെസ്ക് CCV.